ഇന്ന് വീട്ടിൽ മോനുണ്ടാക്കി കൊടുക്കുന്ന ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അമ്മ ബർഗർ വേണമെന്ന് പറയുമ്പോൾ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാനൊരു പേടിയാണ്. അപ്പോൾ വീട്ടിലുള്ള ഫ്രഷ് ഐറ്റംസ് വെച്ച് നമ്മൾ ബർഗർ ഉണ്ടാക്കിയാൽ നമ്മൾക്ക് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാനും ഞാൻ വീട്ടിൽ ബർഗർ ഉണ്ടാക്കി എന്നൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇതിനാവശ്യമുള്ള ബർഗർ സോസ് ആയാലും നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബർഗർ സോസിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മയോണൈസാണ് ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും കുരുമുളകും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് മെല്ലെ മെല്ലെ അടിച്ചു കൊടുത്താൽ മയോണൈസ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മയോണൈസിലിട്ടിട്ട് ഒന്നും കൂടി മെല്ലെ അടിച്ചെടുക്കാം. അപ്പോൾ ബർഗർ സോസ് റെഡിയായി. ഇനി നമ്മൾ ബർഗർ പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് മിക്സിയിൽ മെല്ലെ മെല്ലെ നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ മേലെ ചീസ് വെച്ച് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ചീസെല്ലാം സെറ്റായി വരുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ബണ്ണ് പകുതിച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ബണ്ണിലേക്ക് ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് തേച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ സബോള, തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണേ.